Hello friends, Hi Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. ഇതിന്റെ പേരാണ് ഹോട്ട് ചോക്ലേറ്റ് സ്റ്റേറേഴ്സ്. ഇത് കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് റിട്ടേൺ ഗിഫ്റ്റ് ആയി കൊടുക്കാം. ഈവൻ ബാപ്റ്റിസം ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് റിട്ടേൺ ഗിഫ്റ്റ് ആയി കൊടുക്കാൻ പറ്റിയ ഹോം മെയ്ഡ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹോട്ട് ചോക്ലേറ്റ് സ്റ്റേറേഴ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു മിനി കപ്പ് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ മിനി കപ്പ് കേക്ക് ലൈനേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ചെറിയൊരു സൈസാണ്. നമുക്ക് ഒരുപാട് വലുത് വേണ്ട, കാരണം ഒരു കപ്പ് മിൽക്കിന് ഈ ഒരു സൈസുള്ള ഒരു ചോക്ലേറ്റ് സ്റ്റേറർ മതിയാവും. അപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഈ ചൂടായ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളിതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുവാണ്. അതായത് ഈ പാനിൻ്റെ താഴ്ഭാഗം മുട്ടാത്ത രീതിയിൽ, എന്നാൽ വെള്ളത്തിന് മുട്ടുന്ന രീതിയിൽ വേണം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചൂടിൽ ഈ ചോക്ലേറ്റ് ചിപ്സ് മെൽറ്റായി കിട്ടിക്കോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടും ഒരു എല്ലാ 12 സെക്കൻഡ്സ് നോക്കി കൂടെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 12 സെക്കൻഡ്സ് ഹീറ്റ് ചെയ്തിട്ട് ഇളക്കാം, വീണ്ടും ഒരു 12 സെക്കൻഡ്സ് ഹീറ്റ് ചെയ്തിട്ട് ഇളക്കാം. അങ്ങനെ മെൽറ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ചോക്ലേറ്റ് ചിപ്സ് മെൽറ്റ് ചെയ്യുമ്പം എപ്പോഴും നിങ്ങൾ മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ ഒരു തുള്ളി വെള്ളം പോലും പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഈ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ അങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. മെൽറ്റ് ആകുമ്പോൾ ഇങ്ങനെ കട്ട വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ കട്ട വരുവാണെങ്കിൽ, അങ്ങനെ കട്ട ആയി അത്യാവശ്യം ആ രീതിയിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ചോക്ലേറ്റ് ചിപ്സ് എല്ലാം നല്ല കറക്റ്റ് ഫോമിൽ മെൽറ്റായി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് പോർഷൻ മിൽക്ക് ചോക്ലേറ്റ് ചിപ്സും ഹാഫ് പോർഷൻ സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 3/4 പോർഷൻ മിൽക്ക് ചോക്ലേറ്റ് ചിപ്സും 1/4 പോർഷൻ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിന്ന് ഉപയോഗിച്ച പോലെ മുഴുവൻ മിൽക്ക് ചോക്ലേറ്റ് ചിപ്സും യൂസ് ചെയ്യാം. ഇതിന് നമുക്ക് നല്ലൊരു ക്വാളിറ്റി സിപ്ലോക്ക് ബാഗ് അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമുക്കൊന്ന് ഒരു സിസേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനൊരു ചൂടും കാണും, ഒരുപാട് തിളച്ച ചൂടില്ല, എന്നാലും അത്യാവശ്യം ചൂടുണ്ടാകും. എന്നാൽ മാത്രമാണ് അതങ്ങനെ മെൽറ്റഡ് ഫോമിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഓരോ കപ്പ് കേക്ക് ലൈനറിലും ഇതുപോലെ നമുക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കണം. എല്ലാത്തിലും നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുമ്പോൾ അതിൽ കുറച്ച് മാഷ്മെലോസും കൂടി ഉള്ളത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ട്, ഇത് കുട്ടികളെയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർഫുൾ മാഷ്മെലോസ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നമ്മുടെ സ്പ്രിങ്കിൾസ് കിട്ടുമല്ലോ, അത് വെച്ച് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ലൈൻസ് പോലെ വരച്ചു കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഫ്രീസറിലൊരു 3-4 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. ഞാനൊരു കുറച്ച് എക്സ്ട്രാ സമയം വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ കുറച്ച് കൂടുതൽ കട്ടയായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരുപാട് കട്ടയാവണ്ട, ജസ്റ്റ് ഒരു 3-4 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നിലോട്ടും ഐസ്ക്രീം സ്റ്റിക്സ് ഒന്ന് കുത്തി കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം വീണ്ടും നമുക്ക് ഫ്രീസറിൽ 1 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനാക്കി വെക്കണം. അങ്ങനെ 1 അവർ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചതിന് ശേഷം ഫ്രീസറിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്തതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ് കേക്ക് ലൈനേഴ്സ് പതുക്കെ ഊരി മാറ്റാം. ഇപ്പം കണ്ടില്ലേ, കപ്പ് കേക്ക് ലൈനറിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് സ്റ്റേറർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. ഒരു
ഒരു ചെറിയൊരു കോഫി മഗ്ഗിൽ നിറച്ചും നല്ല ചൂട് തിളച്ച പാല് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലോട്ട് എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഹോട്ട് ചോക്ലേറ്റ് സ്റ്റീററിന് തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ മധുരം ഉണ്ടാകും. അതുകൊണ്ട് കൂടുതൽ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട. എന്നിട്ട് ഇത് ഒരെണ്ണം കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരോട് ഇത് ഇളക്കിയെടുക്കാൻ പറയാം, അവരോട് തന്നെ സ്റ്റീർ ചെയ്തെടുക്കാൻ പറയാം. അപ്പോൾ ഈ ചൂടുള്ള പാലുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അത് മെൽറ്റായി നല്ല കറക്റ്റായിട്ട് വരും. അങ്ങനെ മെൽറ്റായി കഴിയുമ്പം ആ ചോക്ലേറ്റ് ഫുള്ളായി ഉരുകി പോവുകയും അതുപോലെ തന്നെ മാഷ്മെലോസ് ഒക്കെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കാണാനായിട്ടും നല്ല രസമായിരിക്കും, കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ കൊടുക്കുമ്പം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ട് റിട്ടേൺ ഗിഫ്റ്റിനൊക്കെ കൊടുക്കുമ്പം ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു നോട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ തന്നെ. അപ്പോൾ അതിൽ നമുക്ക് എഴുതി കൊടുക്കാം, 1 കപ്പ് ചൂട് പാലിലോട്ട് ഇതിട്ട് ഇളക്കി കൊടുത്താൽ മതി, ഹോട്ട് ചോക്ലേറ്റ് ഇസ് റെഡി എന്നും പറഞ്ഞിട്ട് തന്നെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ അമ്മമാർക്കാണെങ്കിലും കുട്ടികൾക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. വളരെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയും കൂടി ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.